പിന്നെ ISI പീതാംബരൻ സാറിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ ഫോണേ. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ? അത് എന്നെ അടിച്ചേരും ഞാൻ. ഒരു പിഞ്ചു കുഞ്ഞ് വെള്ളത്തിൽ ഒഴുകി വരുവാണല്ലോ. वंडर वर्ल्ड में जिक्र आया राह के नाम का. ഞാൻ ഇതിന്റെ ഡ്രൈവർ. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. എങ്ങനെയുണ്ട്? ഗംഭീരായിട്ടുണ്ട്. वंडर वर्ल्ड में जिक्र आया राह के नाम का. Hey, hello. You're cheating, huh? You're cheating, right? You're cheating. You can't do this. This cannot happen. वंडर वर्ल्ड में जिक्र आया राह के नाम का. हेलीकॉप्टर हेलीकॉप्टर ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. എന്താ ചേച്ചി? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കൊള്ളാം, സൂപ്പർ, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? അന്തസ് വേണോടാ, അന്തസ്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലയല്ലേ ഇവിടെ തരുന്നത്? പുല്ലുവില. എന്തോ ഇത്? എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. ഈ മസാല പടങ്ങളിൽ നായകന്മാരെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ചെറിയ വല്ലവനെയും കൊണ്ട് ആദ്യം ഒരു ഡയലോഗ് പറയിക്കും. അവതാരപ്രവികളുടെ തേങ്ങാക്കൊല ഉൾക്കൊണ്ട് പൊങ്ങി വരാൻ പോകുന്ന ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. അപ്പതാ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു നമ്മുടെ നായകൻ. സൂപ്പർ താരം. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. ഭഗവാനേ, മൈ ഗോഡ്, ഇതവനല്ലേ? ഹാപ്പി ദിവാലി ഫോക്സ്. രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്തെല്ലാം കാണണോവോ. അന്തസ് വേണോടാ മനുഷ്യനായി കഴിഞ്ഞാൽ. നീ എനിക്ക് പുല്ലുവിലയല്ലേ ഇവിടെ തരുന്നത്? പുല്ലുവില. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. എന്താ സംഭവം?
ഞാൻ പോകുന്നു. ബൈ ബൈ. ബുദ്ധി ഭയങ്കരമാണല്ലോടാ. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. ഇത് ടൂ മച്ച്. ഇത് ടൂ മച്ച്. ടൂ മച്ച്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എങ്ങനെ സഹായിക്കണതൊക്കെ? ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. നീ ഇത്രല്ലേ കണ്ടുള്ളൂ? അങ്ങോട്ടൊന്ന് നോക്കിയേ. പ്രിയപ്പെട്ട കാണികളെ, നിങ്ങളെവരെയും അതിശയത്തിന്റെയും ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ജിമ്മിച്ചന്റെ നമ്പർ 1 ഐറ്റം. ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ഭയപ്പിടിഷ്ടം എല്ലാം ടെക്നോളജി. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഇവൾ നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈ ഇടയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഇതൊന്നും ഒന്നുമല്ല. ദാ നോക്കിയോ. ഒരു മര്യാദ വേണ്ടേ? ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. വെൽക്കം ടു മൈ പാരഡൈസ്. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? ഇവിടെ നീയില്ല, ഞാനില്ല, നമ്മൾ മാത്രം. സന്തോഷം പടരട്ടെ. എനിക്ക് മനസ്സിലായി. ഒരടുക്കും ചിട്ടയില്ലാത്ത ജീവിതം എന്റേത്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു ഗോപാലൻ. അപരിചിതത്തിന്റെ ആകാശത്ത് സൗഹൃദത്തിന്റെ നക്ഷത്രങ്ങൾ വിരിയുന്ന ആൽക്കെമിയാണ് കൂടലിനൊപ്പമുള്ള ഈ കൂടിച്ചേരൽ. അപരിചിത മുഖങ്ങളിൽ പരിചിതത്തിന്റെ പുഞ്ചിരി വിരിയിക്കുന്ന മാജിക് മൊമെന്റ്സ് ആവണം ഈ കൂടൽ. നാടകമല്ല, മര്യാദക്ക് പറ. ജീവിതം എന്ന നാടകത്തിലെ സന്തോഷങ്ങളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നമ്മളെ കണ്ടെത്തുന്ന അപൂർവ നിമിഷങ്ങളാണ്. എന്നടാ ഡയലോഗ് ഇത്? എവൻ എഴുതി കൊടുത്താണ് അത് ഇപ്പടി പേസ്റ്റ് പോറാ? ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അത് ക്യാൻസൽ ആക്കി. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. സോ നമ്മളതിനെ നാട്ടിലേക്ക് വിടണം കേട്ടോ. പ്രണയം അത് പ്രാണനെ പോലെയാണ്. പ്രണയമില്ലാത്തടത്ത് പ്രാണനുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രാണം പോകുന്നതിനേക്കാൾ വലിയ വേദന തരാൻ പ്രണയത്തിന് പറ്റുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. കൂരിരുൾ നിറഞ്ഞൊരു മലനടുവിൽ കാരണമുള്ളൊരു നേരത്തിൽ ആരടാ അത്? കഥ തീർക്കാനൊരു വിജയത്തിൽ ആച്ചലിലാണ് അവൻ കാട്ടി.
എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഇതെന്താ ഇങ്ങനെ? ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. അൺബിലീവബിൾ. എന്തിനാടാ കൊന്നിട്ട്? അപ്പൊ നിങ്ങളെല്ലാവരും കണക്കാ. അതെ, ഞങ്ങൾ എല്ലാരും ഒരു കണക്കാണ്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ ബൈ. അല്ല, ഒരു മാറ്റമില്ലല്ലോ ഇവന്. ഞാൻ പോവാ. നിക്ക് നീ പോലെ. Darling, open. Now this is a foreign. Introduce yourself. I'm Shalini Unnikrishnan, Thiruvananthapuram. Yes, we can't see from Nepal. हमारा husband असली जॉली है. तुम दोनों का दोनों नकली है. നിനക്ക് അഭിനയത്തിൽ പത്മശ്രീ കിട്ടും. शाला हमको गुस्सा मत दिलाओ. हम नेपाल का बेटी है. तुम दोनों का पिछवाड़ी में खुखरी डालेगा और फिर ट्विस्ट करेगा. അഭിനയിക്കുമ്പോഴേ ബാലയുടെ അത്ര ഓവർ ആവണ്ട. സീരിയലിന്റെ അളവിൽ മതി. और फिर तुम दोनों चिल्लाते रहेगा. शाबजी साली आना चाह. ഇതാ പറയണ, നിനക്ക് ടൈമിംഗ് ഇല്ലാന്ന് പറയണ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് നീ എന്തായി കാണിക്കണേ? ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നത്. ഒരാപത്ത് വരണുണ്ടല്ലോ. നോം പ്രവചിച്ച അച്ചട്ട. ഈ വൃത്തികെട്ട കൈകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മേ, ഭർത്താവ് ഈ കുരിശായിരുന്നോ? അതിന്റെ കാര്യത്തൊരു തീരുമാനമായി. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? കുരിശുപള്ളി മാതാവേ, ഇവളോ? आप हमारी गाड़ी में जाइए. आपकी जीप सेफ नहीं है. क्या पुलिस की जीप सेफ नहीं है? ഇതെന്താ സംഭവം?
ആരംഭിച്ചിട്ടാങ്കിലേ ആരംഭിച്ചിട്ടാങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്തോ അടങ്ങി ഇയാളെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ അത്ര ഓവറല്ല. ഇതെന്ത് പറയുമായും ഇയാൾ എന്തോ കാണിക്കുന്നത്? ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.